ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ മുത്തശ്ശിയെ വിളിച്ചിട്ട് അലീനേച്ചിക്ക് ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ആ സമയത്ത് മുത്തശ്ശി പറയും, ഞാൻ കടപ്പാട്ടൂരല്ല കുട്ടി, കൊല്ലപ്പള്ളിയിലാണെന്ന് പറയും. അയ്യോ, അതെന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ വൈജമോൾ എന്നോട് ചതിച്ചതാ, എന്നെ കടപ്പാട്ടൂരിന്ന് ഇങ്ങോട്ട് തട്ടി എന്ന് പറയട്ടോ. അപ്പോൾ നമ്മുടെ രേവതി കുട്ടി ചോദിക്കും, മുത്തശ്ശിയുടെ മോൾ ആരെയാ ചതിക്കാത്തതെന്ന്. അതെന്താ കുഞ്ഞെ നീ അങ്ങനെ പറഞ്ഞേ? അലീന ചേച്ചിയെ ചതിച്ചില്ലേ? സ്വന്തം ആങ്ങളെ വിളിച്ചു വരുത്തി അലീനേച്ചിയെ കടപ്പാട്ടൂർ വീട്ടിൽ നിന്ന് പറഞ്ഞ് അയച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി അതിന് കൂട്ടു നിന്നു പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയും, ഞാൻ എന്തൊക്കെ കേൾക്കണം എൻ്റെ ഈശ്വര, നിനക്ക് അലീനയല്ലേ വേണ്ടത്, നീ കടപ്പാട്ടൂരിക്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, അതിന് അലീനേച്ചിയുടെ കയ്യിൽ ഫോണൊന്നുമില്ല, ഉണ്ടായിരുന്ന ഫോണ് മുത്തശ്ശി തട്ടിയെടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ, ഇതെൻ്റെ മനുക്കുട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നാന്ന് പറയും. അതെ, മനുക്കുട്ടൻ മുത്തശ്ശിക്ക് മാത്രമല്ല, അത് അലീനേച്ചിക്കും കൂടിയാണ് വാങ്ങിച്ചെന്നത്. എന്നിട്ട് അത് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ചിലതെങ്ങനെയാ മുത്തശ്ശി, നമ്മൾ അറിയണം, പറഞ്ഞില്ലെങ്കിലും. ഇപ്പൊ മുത്തശ്ശിയെ തന്നെ ശുശ്രൂഷിക്കുന്നത് ചേച്ചിയോട് പറഞ്ഞിട്ടാണോ? ചേച്ചി കണ്ടറിഞ്ഞ് ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എങ്കിൽ പിന്നെ ഇനി അവളെ കാണുമ്പോൾ ഈ ഫോൺ അങ്ങ് കൊടുത്തേക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ബാലചന്ദ്രന് ഫുഡും കൊണ്ടുപോവാണ് അലീന. അവിടെ എത്തുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ വജയെ കാണാതിരിക്കാൻ അപ്സ്റ്റെയറിലോട്ട് മാറിയത്, ഇവിടെ ആവുമ്പോൾ ആരെയും കാണണ്ടല്ലോ എന്ന് പറയുമ്പോൾ അലീന ചോദിക്കും, കണ്ടാൽ എന്താച്ചാ, എനിക്ക് എൻ്റെ ആത്മാഭിമാനത്തോട് നീതി പുലർത്തണ്ടേ എന്ന് ചോദിക്കണം. അപ്പോൾ അലീന ഫുഡൊക്കെ വിളമ്പി കൊടുക്കാൻ കേട്ടോ. ആ സമയത്ത് ബാലേന്ദ്രൻ പറയും, ഞാൻ വിളമ്പിക്കോളാന്ന് പറഞ്ഞ് കറിയൊക്കെ വിളമ്പിയിട്ട് കുഴയ്ക്കുന്ന നേരം അത് നോക്കി നിൽക്കാണ്ട് അലീന. എന്നിട്ട് വായിലേക്ക് ചോറ് വെക്കാൻ നേരത്ത് അലീന ആ എന്ന് കാണിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ചെവി പിടിച്ചിട്ട് പറയും, കെട്ടിക്കാനായ പെണ്ണ് കൊഞ്ചുന്നോ എന്ന് പറഞ്ഞിട്ട് വായിൽ വെച്ചു കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, അച്ഛൻ്റെ ഫോണൊന്ന് തരുമോ, എനിക്കൊരാളെ വിളിക്കാനായിരുന്നു, രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് കുറേ ദിവസമായി എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ലോക്ക് ഓൺ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനും കൃഷ്ണമോളും കൂടെ പുറത്തു പോയിട്ട് വരികയാണ്. ആ സമയത്ത് അലീനയായിരിക്കും കേട്ടോ വാതിൽ തുറന്നു കൊടുക്കുക. അപ്പൊ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചിക്ക് ഒരു സർപ്രൈസ് അച്ഛൻ്റെ കയ്യിലുണ്ട്, എന്താ എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ പറ്റില്ല എന്ന് പറയാട്ടോ. അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല് എന്ന് പറയുമ്പോൾ ആ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയും, അച്ഛാ അച്ഛൻ്റെ ഫോൺ തരുമോ, രേവതിക്കുട്ടിയെ വിളിക്കാനാണ്, മാമാട്ടിക്കുട്ടിയെ വിളിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് കൈ നീട്ടാനൊന്നും വരണ്ട എന്നും പറഞ്ഞിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. അങ്ങനെ ആ പെട്ടി എടുത്തിട്ട് അത് തുറക്കാൻ പോലും നമ്മുടെ അലീനയ്ക്ക് പറ്റുന്നില്ല. അത് കൃഷ്ണമോൾ തന്നെയാണ് കേട്ടോ തുറന്നു കൊടുക്കുന്നത്. അപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. ചേച്ചിക്ക് ഇഷ്ടമായോ എന്ന് കൃഷ്ണമോൾ ചോദിക്കുന്ന സമയത്ത് അച്ഛൻ വാങ്ങിച്ചു തന്നല്ലേ, അച്ഛൻ എന്ത് തന്നാലും അത് പൊന്നല്ലേ എന്ന് ചോദിക്കട്ടെ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ബാലചന്ദ്രനും ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. പിന്നീട് നമ്മുടെ അലീനയും കൃഷ്ണയും കൂടെ ബാലേന്ദ്രന്റെ റൂമിലേക്ക് പോകും. അവിടെ ചെന്ന് വാതിലിന് മുട്ടുമ്പോൾ ബാലേന്ദ്രൻ തുറക്കുന്നു. എന്ത് വേണം രണ്ടുപേർക്കും എന്ന് ചോദിക്കുമ്പോൾ അലീനേച്ചിക്ക് ഒന്ന് എറണാകുളത്ത് പോകണമെന്ന് എന്ന് പറയുമ്പോൾ ആദ്യം സമ്മതിക്കുന്നില്ല കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ചോദിക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറയും, അച്ഛൻ ഇങ്ങനെയാ ഇടയ്ക്കിടയ്ക്ക് ഒരു ജാതി സ്വഭാവമെന്ന് പറയുന്നുണ്ട്. പിന്നെയും ചോദിക്കുമ്പോൾ കൃഷ്ണയോട് പറയും, നിനക്ക് പഠിക്കാനില്ലേ, അടുത്ത ആഴ്ച നിന്റെ പരീക്ഷയല്ലേ വരാൻ വേണ്ടി പോകുന്നത്, അതാദ്യം ജയിക്കാൻ വേണ്ടി നോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോൾ അങ്ങ് പിണങ്ങി പോട്ടോ. ആ സമയത്ത് അലീന കയറി വീണ്ടും ചോദിക്കും, എറണാകുളത്തിന് പോട്ടെ എന്ന്. ആ പോയിക്കോ, ഇങ്ങോട്ട് വരാനാവുമ്പോൾ ഒരു ദിവസം മുന്നേ വിളിച്ച് പറയണം എന്ന് പറയാൻ കേട്ടോ. അപ്പൊ തന്നെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് കൃഷ്ണമോളെയും കൂട്ടിയിട്ട് താഴോട്ട് പോവാണേ. പിന്നീട് കാണിക്കുന്നത് കമല ശിവനെ വിളിക്കുന്നതാണ്. അതെ, വൈജ ഇവിടെ വന്നിരുന്നു, അമ്മയെ ഇവിടെ കൊണ്ടാക്കി, അവളെ എന്നോട് ചോദിക്കുക, ഇവിടെ ഭാഗം വെപ്പൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് അവളും കൂടി ഇവിടെ വന്ന് താമസിക്കുമെന്ന് എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ ശിവനും ചോദിക്കാട്ടോ, അവരുടെ വഴക്ക് കാരണം പണി കിട്ടുന്നത് മുഴുവൻ നമുക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അങ്ങനെ തന്നെയാ പറഞ്ഞേ, ഇവിടെ ഭാഗം വെക്കാത്തത് കൊണ്ട് അവൾക്കും കൂടി അവകാശമുള്ള വീടല്ലേ ഇത്, ഇവിടെ വന്ന് അവളും മക്കളും കൂടി താമസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നും രാജീവിനെ വിളിച്ച് പറയാമെന്നും അതിന് ഞങ്ങൾ വന്നിട്ട് തീരുമാനം ഉണ്ടാക്കിക്കോളാം എന്നും പറയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.